ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈക. ഏകദേശം കുറേ നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട്. സോ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. സോ ഗായ്സ്, ലാസ്റ്റ് ഞാനൊരു ഔട്ടിംഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷനത്തെ ലാസ്റ്റ് ഔട്ടിംഗ് വ്ളോഗ് അതായിരിക്കുന്നു. ബട്ട് ഇതാണെന്ന് തോന്നുന്നു ദ ലാസ്റ്റ് ഔട്ടിംഗ് വ്ളോഗ്. അറിയത്തില്ല, നമ്മൾ വീണ്ടും സാൻഡ് ബാങ്ക് ബീച്ചിലേക്കാണ് വന്നത്. സോ ഇവിടെ റീസെൻ്റ്ലി സമ്മർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു എൻജോയ് ദിസ് ഫെസ്റ്റിവൽ. സോ ഇവിടെ നമ്മൾ കസിൻസും കാര്യങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിലൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. സോ നോയൽ ഇവിടെ ഉണ്ട്, പിന്നെ ജുവലുണ്ട് ആൻഡ് മീറ്റ് മൈ ന്യൂ കസിൻ ചേച്ചി. സോ ന്യൂ കസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോയിൽ ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ബീച്ചിൽ വന്ന മസ്റ്റാണ് നമ്മൾ ഉപ്പിലിട്ടത്, സ്പാരൽ പൊട്ടറ്റോ, പിന്നെന്താ പറയുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ തിന്നിട്ടോ. ആക്ച്വലി നമ്മൾ വയറ് കാലിയൊക്കെയാണ് പോയത്, ബിക്കോസ് ഇവിടുന്ന് കുറേ തിന്നണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യം കൊണ്ട്. സോ ഇവിടെ വന്നു, പോക്കറ്റ് കാലിയായി, നമ്മൾ തിരിച്ചു. ഗായ്സ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. എൻ്റെ പൊന്നോ, എന്തൊരു ഭംഗിയാ അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്തുള്ള പാർക്കിലും കൂടെ പോയി, അതായത് സാൻഡ് ബാങ്ക് ബീച്ചിൻ്റെ അടുത്തുള്ള പാർക്ക് തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. ആൻഡ് ഇവിടുത്തെ എൻട്രി ഫീസ് എന്താ, അഡൽറ്റിന് 10ഉം ചൈൽഡിന് 5 രൂപയാണ്. ഗൈസ്, നിങ്ങളിവിടെ വന്നാൽ ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല, ഐ വിൽ ഷുവർ. ആൻഡ് ഇവിടുത്തെ തിന്നുന്ന സാധനങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞങ്ങൾ ട്രൈ ചെയ്തത് കോളിഫ്ലവർ ചില്ലി, സ്പാരൽ പൊട്ടറ്റോ ആൻഡ് പാനിപ്പൂരി നമ്മൾ 2 സെറ്റ് വാങ്ങി വീണ്ടും ട്രൈ ചെയ്തു. ആൻഡ് ഇവിടുത്തെ ഫ്രൂട്ട് ഐസിലത്തെ സ്നിക്കേഴ്സിൻ്റെ ഐസ്, ആൻഡ് ഇറ്റ്സ് വാസ് സോ ഗുഡ്. ഇറ്റ്സ് ലൈക്ക് ഹെവൻ. എൻ്റെ പൊന്നോ, എന്ത് രസമാണെന്നറിയാം ഈ ഒരു സ്നിക്കേഴ്സിൻ്റെ ഒരു ഐസ്ക്രീം. എൻ്റെ പൊന്നോ, റിയലി കട്ട ഫാനായിപ്പോയി. ഇവിടെ നിന്ന് വല്ല താറാവിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അങ്ങനെ വ്യൂ ആസ്വദിച്ചു ആൻഡ് കുറേ വീഡിയോസ് എടുക്കണം വിചാരിച്ചിട്ട്, ബട്ട് തിന്നുന്ന ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിന്നുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ തിന്നുന്നത് തിരക്കില്ല. ഇപ്പം കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ നമ്മൾ തിന്നുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. സോ ദാറ്റ്സ് വൈ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഇവിടെ നിന്നൊരു തോണി പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ബോട്ടല്ല തോണി. ഇവിടെ തോണി കണ്ടിട്ട് ഏതാ കൂക്കി മക്കളെ, നിങ്ങളൊന്ന് കേട്ടോ. ഉണ്ട് ഇവിടെ നല്ല കാഴ്ച, നല്ല കാറ്റുണ്ട്. ഒന്നും അല്ലടോ, ഇതൊക്കെ മേലെയുണ്ട്, എന്തൊക്കെയല്ലോ കാണിച്ച് കൂട്ടിയേക്കും. ആൻഡ് ഗായ്സ്, ഇവർക്ക് നല്ല വാശിയുണ്ടായിരുന്നു. ഇവർക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ്, ബീച്ചിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. ഞങ്ങളാണെങ്കിലല്ല പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കാമായിട്ട് കുത്തിരിക്കുമ്പോഴാണ് ഇവരെ ഓരോ വാശിയും കണ്ടു വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സിബ്ലിങ്സ് ഉള്ളവർക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്പാരൽ പൊട്ടറ്റോ തിന്ന് ഇവിടുത്തെ ഈ വ്യൂ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ആൻഡ് അവരാണെങ്കിൽ അവിടുന്ന് ഈ ഒരു കമ്പീൻ്റെ ഉള്ളിലൊക്കെ തലയിട്ടിട്ട് എന്തൊക്കെയല്ലോ കാണിക്കുന്നുണ്ടേനു. ഞങ്ങൾ അന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. മൈൻഡ് ചെയ്താൽ പിന്നെ അതേ ഉണ്ടാവുള്ളൂ അവസ്ഥ. ഓക്കെ, ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. സോ ഗ്രൗണ്ടിലാണെങ്കിൽ ഇവരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ആൻഡ് ഗായ്സ്, ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഡേ. നമ്മുടെ കാർണിവൽ നടക്കുന്ന സ്ഥലത്തോട്ടേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ജയൻറ്റ് വീൽ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സമ്മർ ഫെസ്റ്റിലെ മെയിനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചന്ത ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ജയൻറ്റ് വീലിൽ കയറി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും നീയേച്ചും മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ് എക്സ്പീരിയൻസ്. അതായത് സൺസെറ്റ് നടക്കുമ്പോഴാണ് ഞങ്ങൾ കയറിയത്, അതുകൊണ്ട് തന്നെ നല്ല സൺസെറ്റ് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത്. ഓൾസോ കൂക്കി വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ സാഡ്. എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ജയൻറ്റ് വീലിൽ കയറുന്നത്. സോ ഇറ്റ് വാസ് സോ ഗുഡ് എക്സ്പീരിയൻസ്. സോ നിങ്ങൾ മസ്റ്റായിട്ട് വരിക. ഇപ്പം നോക്കൂ, ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ട് സ്കൈ ഏകദേശം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ ഡേ മൊത്തത്തിൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല, കാരണം നൈറ്റായി, നമുക്ക് പോവേണ്ടി. സോ എന്തായാലും ബീച്ചിൽ ഇറങ്ങിയില്ല. ടുഡേ വാസ് സച്ച് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി.
മൊത്തത്തിലൊരു സൂപ്പർ ഡേ ആണ്. അതേപോലെ നമ്മൾ അവിടുത്തെ ഫാൻസിയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതായിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. ആൻഡ് ഓൾസോ നമ്മൾ സ്പാരൽ പൊട്ടറ്റോ, കോളിഫ്ലവർ ചില്ലി, ഐസ്, പത്തിരി, കാടമുട്ട മസാല ഇല്ലേ അത്, അതേപോലെ പാനിപ്പൂരി, നമ്മൾ 2 ഡിഫറെൻറ്റ് ടൈപ്സ് തിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജെല്ലി, പുളിമുട്ടായി, നൊസ്റ്റാൾജിയ തരുന്ന മുട്ടായിസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ അതൊക്കെ തിന്ന് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേ അവസാനിക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഐ എം സോ ഹാപ്പി ടു ദിസ് ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് ടൈം ഒരു ലെങ്തി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 4 ആണ്. അപ്പോൾ ഡേ 5 കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സോ സോറി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ഒരു കിഡിലെ സ്റ്റഡി വ്ളോഗ് വരുന്നുണ്ട്. കിഡിലെന്ന് പറയാനൊരു വെറൈറ്റി സ്റ്റഡി വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സോ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. സോ അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.